സൂറത്ത് യൂനുസിലെ 58-ാമത്തെ വചനമാണ്. 58-ാമത്തെ വചനം. എന്താ 58-ാമത്തെ വചനം? യാ അയ്യുഹന്നാസു ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖദ് ജാഅതുകും, നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു, മൗഇളതും മിർ റബ്ബികും, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സന്മാർഗം, സാരോപദേശം, വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, അതുപോലെ തന്നെ ഹൃദയങ്ങൾക്കുള്ള ശമനവുമാകുന്നു ആ ഗ്രന്ഥം, വഹുദം വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് കാരുണ്യവും സന്മാർഗവുമാകുന്നു അത്. ഖുൽ, പറയൂ നബിയേ, ബിഫദ്ലില്ലാഹ്, അള്ളാഹുവിന്റെ ഫളിലൊന്നുകൊണ്ട് മാത്രമാണത്, വബിറഹ്മതിഹി, അവന്റെ കാരുണ്യം കൊണ്ടുമാണ്, ഫബിദാലിക ഫൽയഫറഹു, അതിനാൽ അവർ സന്തോഷിച്ചു കൊള്ളട്ടെ, ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അതവർ ഒരുമിച്ച് കൂട്ടിയ സകലതിനേക്കാളും അവർക്ക് ഖൈറായതാകുന്നു അത്. ഈ ആയത്തിലാണ് നബിദിനത്തിന് തെളിവുള്ളത്. സഹോദരങ്ങളെ, ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്. ഒരു സംക്ഷിപ്തമായി ഞാൻ പറയാം. ഈ ആയത്ത് കൊണ്ട്, സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്ത് കൊണ്ട് നബിദിനത്തിന് തെളിവാണെന്ന് പ്രാമാണികരായ ഏതെങ്കിലും ഒരു ഖുർആൻ വ്യാഖ്യാനിച്ച പണ്ഡിതൻ, മുഫസ്സിർ പറഞ്ഞതായി രേഖപ്പെടുത്തിയാൽ, കാണിച്ചു തന്നാൽ ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഈ ജാലിയാത്തിന്റെ കെയർ ഓഫിൽ നമ്മൾ നബിദിന റാലി നടത്തുവിടെ. ഇതെന്റെ വെല്ലുവിളിയാണ്. ഇതെന്റെ വെല്ലുവിളിയാണ്. ഈ ശബ്ദം കേൾക്കുന്ന, ഈ ശബ്ദം എവിടെയൊക്കെ എത്തുന്നുവോ അവരോടൊക്കെല്ല വെല്ലുവിളിയാണ്. ഈ ആയത്ത് ഉദ്ധരിച്ചിട്ട് ഏതെങ്കിലും ഒരു പ്രാമാണികരായ മുഫസ്സിർ ഇത് ജന്മദിനാഘോഷത്തിന് തെളിവാണെന്ന് തെളിയിച്ചാൽ, രേഖപ്പെടുത്തിയത് തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ നബിദിനാഘോഷം. 2, പ്രാമാണികരായ അറബി മുഫസ്സിറുകളൊക്കെ വിട്ടോളി. മലയാളത്തിൽ ഖുർആൻ പരിഭാഷ എഴുതിയിട്ടില്ലേ? മുജാഹിദീങ്ങളല്ല. ആര്? സമസ്തക്കാരുടെ പാളയത്തിൽ നിന്ന് ഖുർആനിന് പരിഭാഷ ഇറങ്ങിയിട്ടുണ്ട്, വിശദീകരണം ഇറങ്ങിയിട്ടുണ്ട്. സമസ്തക്കാരുടെ പാളയത്തിൽ നിന്നിറങ്ങിയ ആധികാരികമായ സമസ്തയുടെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇത് നബിദിനത്തിന് തെളിവാണെന്ന് പറഞ്ഞ ഏതെങ്കിലും തഫ്സീറുണ്ടോ? വെറുതെ വല്ലതും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരട്ടെ. സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് എഴുതിയ ഫതുഹുർ റഹ്മാൻ എന്ന ഖുർആൻ പരിഭാഷയിൽ ഞങ്ങൾക്ക് വായിച്ചു തരാം ഒരു ഒറ്റ സാമ്പിൾ. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ നബിദിനാഘോഷം ഉണ്ടോ നിങ്ങൾ ചിന്തിച്ചോളിട്ടോ. ഇതിലുണ്ടോ? ഇത് ആയത്തിന്റെ വ്യാഖ്യാനാണ്. ഒരു ഹർഫ് വിടൂല, മുഴുവനും കേട്ടോളി. വളരെ ചിന്താർഹമായ കാര്യമാണ് വാക്യം 57 പഠിപ്പിക്കുന്നത്. മനുഷ്യ ഹൃദയങ്ങളെ ഏതെല്ലാം രോഗങ്ങളാണ് ബാധിച്ചിരിക്കുന്നതെന്ന് നാനാഭാഗത്തേക്കും ഒന്ന് നോക്കിയാൽ നമുക്ക് സ്പഷ്ടമായി കാണാം. അവക്ക് ഔഷധങ്ങൾ കണ്ടുപിടിക്കാൻ വലിയ ചിന്തകന്മാർ അങ്ങുമെങ്ങും പറന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് എന്ത് ഫലം? ഔഷധം കിട്ടുന്നില്ല. ചിലപ്പോൾ ചില ഔഷധങ്ങൾ കണ്ടുകിട്ടിയെന്ന് സ്വാഭിമാനം അവർ ഉദ്ഘോഷിക്കുന്നത് കാണാം. അല്പദിവസം കഴിയുമ്പോൾ കേൾക്കാം അതുകൊണ്ട് താൽക്കാലിക ശമനമല്ലാതെ ശാശ്വത സമാധാനമില്ലെന്ന്. എന്നാൽ മാനവരാശിക്ക് മുമ്പിൽ ഒരു സിദ്ധൌഷധമുണ്ട്. അത് പഴഞ്ചനാണ്. പഴഞ്ചനെന്ന് ധരിച്ച് അഗണ്യകോടിയിൽ തള്ളിവിട്ടിരിക്കുകയാണ്. പ്രസ്തുത ദിവ്യൌഷധമാണ് വിശുദ്ധ ഖുർആൻ. അതാണ് ആ വാക്യം ചൂണ്ടിക്കാട്ടുന്നത്. ആ വഴിക്ക് മനുഷ്യന്റെ ഹൃദയം ഒന്ന് തിരിഞ്ഞെങ്കിൽ മനുഷ്യരുടെ സ്വഭാവ നടപടികളും അവരുടെ വീടും നാടും പരിസരവും സമൂഹവും സമ്പത്തും മറ്റും നന്നാകാനുള്ള ഉപദേശങ്ങൾ ഖുർആനിലുണ്ട്. ഹൃദയത്തിലുണ്ടാകുന്ന സംശയം, തെറ്റിദ്ധാരണ, ദുർവാസന, അതിമോഹം, അഹങ്കാരം, അസൂയ തുടങ്ങിയ സർവ്വരോഗങ്ങൾക്കും ഔഷധം അതിലുണ്ട്. സന്മാർഗവും ദുർമാർഗവും അത് വേർതിരിച്ച് കാണിച്ചു കൊടുക്കുന്നു. മനുഷ്യർക്ക് എന്തെല്ലാം നേടുവാനും ശേഖരിക്കുവാനും കഴിയുന്നുവോ അതിനേക്കാളെല്ലാം വിലപിടിച്ചതും അവരുടെ ജീവിത വിജയങ്ങൾക്ക് ഉപയുക്തവുമാണ് ഖുർആൻ. അള്ളാഹുവിന്റെ ഔദാര്യവും കാരുണ്യവും മൂലമാണ് അതവൻ മനുഷ്യർക്ക് നൽകിയത്. അതുകൊണ്ട് അതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. കണ്ടോ, ഇവിടെ റസൂലിനെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കലല്ല, ഖുർആൻ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുകയാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. കേരളത്തിലെ സമസ്തയുടെ പാളയത്തിൽ നിന്നിറങ്ങിയ ഖുർആൻ പരിഭാഷ വേറെയുണ്ട്. റഹ്മത്തുള്ളാഹി ഖാസിമി ഖുർആൻ പരിഭാഷ എഴുതിയിട്ടുണ്ട്. അതിലും അങ്ങനെ തന്നെയുള്ളത്. ഖുർആനാണ് അതുകൊണ്ട് ഉദ്ദേശം.
ഖുർആനാണ് അതുകൊണ്ട് ഉദ്ദേശം. ഇനി കേട്ടോ, ഫതുൽ അലീം അല്ലേ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളോട് 100% കൂറുപുലർത്തുന്നു എന്ന് SSFന്റെ മുഖപത്രമായ റിസാല പരിചയപ്പെടുത്തിയ അല്ലേ പൊന്നാനി അബ്ദുറഹ്മാൻ മഖ്ദൂമി രചിച്ച ഖുർആൻ പരിഭാഷയാണ് ഫതുൽ അലീം. വായിച്ചു നോക്കി, അതിൽ ഖുർആനാണ്, അത് റസൂലല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വെറുതെ തെറ്റിദ്ധരിപ്പിക്കുക, വെറുതെ അള്ളാന്റെ ഖുർആൻ വേറെ ലക്ഷ്യത്തിന് വേണ്ടി ഓതുക. പരലോകം പോകൂലേ സഹോദരന്മാരെ? അപ്പോ അറബി തഫ്സീറുകളിൽ ഇല്ല എന്ന് മാത്രമല്ല, മലയാള തഫ്സീറുകളിലും ഇല്ല. വെറുതെ പറയണം. ഇനി അത് നബിയാണ് തന്നെ വെക്കുക. ശരി, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതി, അള്ളാന്റെ റസൂൽ തന്നെയാണ്, റസൂലിനെ കൊണ്ട് സന്തോഷിക്കണം തന്നെയാണ്. ശരിയെങ്കിൽ റബീഉൽ അവ്വൽ 12 സന്തോഷിക്കണം എന്ന് എവിടെയുള്ളത്? റബീഉൽ അവ്വൽ 12 സന്തോഷിക്കാൻ എവിടെയാ തെളിവുള്ളത്? ശരി, ഈ ആയത്ത് ആദ്യം കേട്ടത് ആരാ? അള്ളാന്റെ റസൂലിനല്ലേ ഈ ആയത്ത് ആദ്യം കിട്ടിയത്? നബി പറയണ്ടേ, ഇന്റെ ജന്മദിനം ആഘോഷിക്കാം, ഖുർആനിൽ തെളിവുണ്ടട്ടോ, സഹാബിമാരെ വരി, റാലി നടത്തുക, നമുക്ക് ആഘോഷം സംഘടിപ്പിക്കുക. ആരാ പറയേണ്ടത്? അള്ളാന്റെ റസൂലല്ലേ. അപ്പൊ നബി ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ടായിട്ട് അത് നടപ്പിൽ വരുത്തി കാണിച്ചു കൊടുത്തില്ലാന്ന് വരും. സഹാബത്ത് അത് ചെയ്തില്ലാന്ന് വരും. ഭീമമായ അപകടകരമായ വാദങ്ങളാ പിന്നീട് സംഭവിക്കുക, അപകടങ്ങളാ സംഭവിക്കുക. അപ്പൊ യാതൊരു അടിസ്ഥാനമില്ല കള്ളം പറയുന്നത് കേട്ടോ. അപ്പൊ സഹോദരങ്ങളെ, ഇത്രയും